ഹായ് ഗൈസ്, ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വട്ടമാണ് വീണ്ടും റീഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റു കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റും കൂടെ വന്നത്. അതുകൊണ്ടാണ് വീണ്ടും റീഷൂട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായ ഹസൻ നസ്രുള്ള ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. ഇപ്പോൾ ഇസ്രായേൽ, പാലസ്തീൻ, ലെബനൻ എന്ന് പറഞ്ഞ ഈ മൂന്ന് രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഈ മൂന്ന് സ്ഥലത്തും ഷെൽട്ടേഴ്സ് ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. അതായത് ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ കൂടുതലും വീടുകളിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ഷെൽട്ടേഴ്സിലോട്ട് പോയി അവർ അവിടെ പോയി തങ്ങാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് എസ്കലേറ്റ് ആവാനും സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ എവിടെയും ഇപ്പോൾ സേഫർ സോൺ അല്ല. അതായത് ഇസ്രായേൽ അയൺഡോം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മിസൈലുകൾ കുറെ വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അയൺഡോമിനെ കൃത്യമായി വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ അയൺഡോം എല്ലാം ഉള്ളത്. അപ്പോൾ അത്രമാത്രം വലിയൊരു സാഹചര്യം എത്തി ഈ ഒരു യുദ്ധം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇന്നലെ ലെബനൻ അറ്റാക്ക് നടത്തുന്നത്. ഏകദേശം 6 ബിൽഡിങ്ങോളം കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടായി. അപ്പോൾ ഇവിടെ ബങ്കർ ബ്ലസ്റ്റേഴ്സ് ആണ് ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബങ്കർ ബ്ലസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഭൂമിക്കടിയിൽ പോയിട്ട് അവിടെ നിന്ന് ബ്ലാസ്റ്റ് ആയി കംപ്ലീറ്റ് ആയിട്ടും, അതായത് ആ ബിൽഡിങ്ങിൽ ആരൊക്കെ ഉണ്ടോ അവർ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാത്ത രീതിയിലാണ് അത്രമാത്രം എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരു ബോംബാണ് ഈ ബങ്കർ ബ്ലസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ. അപ്പോൾ ഈ ഒരു മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേൽ ഈ ഒരു 6 ബിൽഡിങ്ങും തകർത്തെറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 ബിൽഡിങ്ങിൽ ഹസൻ നസ്രുള്ള ഉള്ളതായിട്ടായിരുന്നു റിപ്പോർട്ടിൽ ഏകദേശം 90% ആദ്യം സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലരും പറഞ്ഞത് ഹസൻ നസ്രുള്ള ഇല്ല എന്നൊക്കെ. പക്ഷെ 90% റിപ്പോർട്ടുകളും ഹസൻ നസ്രുള്ള ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അമേരിക്കയുടെ ഗാർഡിയൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് അതായത് ഇതിന്റെ അടിയിൽ ഹസൻ നസ്രുള്ള ഉണ്ടായിരുന്നെങ്കിൽ ജീവനോടെ പുറത്തു വരാൻ 1% പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം അമേരിക്ക ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ IDF ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുന്നു. അതായത് ഇനി ഹസൻ നസ്രുള്ള ഈ ലോകത്ത് ഇല്ലാന്ന്. അതായത് ഹസൻ നസ്രുള്ളനെ ഇന്നലെ കൊലപ്പെടുത്തിയെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ ഈ ന്യൂസുകളെല്ലാം തന്നെ ഏകദേശം ഫുള്ളായി സ്പ്രെഡ് ആയി ഉണ്ടായിരുന്നു. കാരണം ഹസൻ നസ്രുള്ള ഇല്ലാണ്ടായിന്ന്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഹസൻ നസ്രുള്ള ഇല്ലാതെ ഇനി ഹിസ്ബുള്ളയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1992 ഈ ഹസൻ നസ്രുള്ള ഹിസ്ബുള്ളയുടെ ലീഡറായി തെരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഹസൻ നസ്രുള്ള 2000 അതായത് ഇസ്രായേൽ ഹിസ്ബുള്ള ആ ഒരു യുദ്ധത്തിന്റെ പിന്നിൽ അതായത് ലെബനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേൽ ഫോഴ്സ് അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് പോയതിന്റെ പിന്നിലും ഈ ഹസൻ നസ്രുള്ള എന്നാണ് പറയുന്നത്. അതിനുശേഷം 2006 അതായത് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന യുദ്ധത്തിലും അതായത് വലിയ രീതിയിൽ അതായത് ഇസ്രായേലിന് പ്രതീക്ഷിച്ചത്ര വിജയം കിട്ടാത്തപ്പോഴും അതിന്റെ പിന്നിലും ഈ ഹസൻ നസ്രുള്ളയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഹസൻ നസ്രുള്ളയ്ക്ക് നല്ല രീതിയിലുള്ള പേരാണ് അതായത് ഇമേജാണ് കൊണ്ടുവന്നത്. അതിനുശേഷം പല രാജ്യങ്ങളും ഹസൻ നസ്രുള്ളനെ വിചാരിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും കുറെ ഫണ്ടിങ് എല്ലാം തന്നെ ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇറാനും കൂടുതൽ വിശ്വാസമുള്ള ഒരു ലീഡറായി മാറി അതായത് ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന ഇദ്ദേഹം. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം അതായത് ഇറാന് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു സമയത്തെല്ലാം തന്നെ ഈ ഹിസ്ബുള്ള കംപ്ലീറ്റ് ആയിട്ടും ഇറാന് വേണ്ടി അവിടെ പോയി യുദ്ധം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും അതായത് ഹിസ്ബുള്ളനെ ഫുൾ ടൈം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഹസൻ നസ്രുള്ളയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ എലിമിനേറ്റ് ആയി എന്ന് പറയുന്ന വാക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഹസൻ നസ്രുള്ളനെ കൊല്ലാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചത് ആദ്യത്തെ വട്ടമല്ല, 3 തവണ ഇതിന് മുമ്പും ശ്രമിച്ചു. ഒന്നാമത്തെ വട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒക്ടോബർ 11 അതായത് ഈ ഹസൻ നസ്രുള്ളനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ ഇപ്പോൾ 2 രീതിയിൽ നിന്നും അറ്റാക്ക് നടത്തുമ്പോൾ അന്ന് ഹമാസ് ഇച്ചിരി സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നും കൂടെ അറ്റാക്ക് വരുമ്പോൾ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു വട്ടം അവർ പോസ്റ്റ്പോൺ ചെയ്യുന്നു. അതിനുശേഷം അറ്റാക്ക് എല്ലാം നടന്നതിന് ശേഷം ഇപ്പോൾ വാർ കമ്മിറ്റിയാണ് ഇസ്രായേലിൽ നടക്കുന്നത്. അപ്പോൾ ഈ വാർ കമ്മിറ്റിന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച തന്നെ ഈ മൊസാദും അതുപോലെ തന്നെ IDFും കൂടെ ഹസൻ നസ്രുള്ളനെ എലിമിനേറ്റ് ചെയ്യാനുള്ള പദ്ധതി പ്രപ്പോസ് ചെയ്താണ്. പക്ഷെ അന്ന് അവർ തള്ളിവെച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് UNGCയിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ലോകത്തുള്ള എല്ലാ ഗവൺമെന്റും അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഹസൻ നസ്രുള്ളനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. അതായത് അവിടെ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇസ്രായേലിനെ വലിയ പ്രതിസന്ധിയിൽ എത്തിക്കും എന്നറിയാം. അതുപോലെ തന്നെ ഇസ്രായേലിന് കിട്ടുന്ന പല സഹായങ്ങളും അവിടെ നിന്നു പോകും. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ പല പ്രമേയങ്ങളും പാസ്സാവാനും സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ഹസൻ നസ്രുള്ളനെ കൊല്ലുന്ന കഴിഞ്ഞ ആഴ്ച പോസ്റ്റ്പോൺ ചെയ്തത്. അപ്പോൾ ഇന്നലെയാണ് വീണ്ടും ഇവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ അതായത് ഇപ്പോഴും UNGCന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അത് ഫുള്ളായി അറ്റൻഡ് ചെയ്യാതെ അതായത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ നെതന്യാഹു തിരിച്ച് അതായത് ഇസ്രായേലിലോട്ട് മടങ്ങുന്നതും അതുപോലെ തന്നെ നെതന്യാഹു അതായത് കമാൻഡിങ് കൊടുക്കുന്ന ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്ന എല്ലാവിധ അതായത് ഇൻഫർമേഷനും ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നതാണ്. അതായത് ഈ ഹസൻ നസ്രുള്ളനെ കൊല്ലാൻ അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് അവർ പ്ലാൻ ചെയ്യുന്നതാണ്. ഈ വെള്ളിയാഴ്ച എന്തായാലും ലെബനിൽ ഈ ഒരു സ്ഥലത്തോട്ട് അതായത് ഹസൻ നസ്രുള്ള വരും എന്ന് അവർ ഉറപ്പായിട്ടും മൊസാദിന് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുകയും കാരണം ഓരോ വെള്ളിയാഴ്ചയും വരണം അതായത് ഹിസ്ബുള്ളന്റെ ഹസൻ നസ്രുള്ള വന്ന് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കിക്കൊണ്ടിരുന്നത്.
അപ്പോൾ വെള്ളിയാഴ്ച കൃത്യമായി എവിടെ വരും എന്ന് മൊസാദിന് ഇൻഫർമേഷൻ കിട്ടുകയും ആ ഒരു ഇൻഫർമേഷൻ മൊത്തമായിട്ടും അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ ഏകദേശം 400ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനം പറയുന്നത് 40ഓളം ഹിസ്ബുള്ള പ്രധാനപ്പെട്ട കമാൻഡേഴ്സ് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കമാൻഡേഴ്സ് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മുഹമ്മദ് അലി ഇസ്മായിൽ, അത് സദേൺ ലെബനന്റെ അതായത് ഈ മിസൈൽ കമാൻഡിങ് മൊത്തം ഇദ്ദേഹമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന ഹുസൈൻ അഹമ്മദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെയും എലിമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഹിസ്ബുള്ളന്റെ ഫുൾ അതായത് മിസൈൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന അതായത് കമാൻഡർ ആയിരുന്ന ഇബ്രാഹിം മുഹമ്മദ് കൊബേസി എന്ന് പറഞ്ഞ അദ്ദേഹനെ കഴിഞ്ഞ ആഴ്ച തന്നെ ഇല്ലാണ്ടാക്കി. ഇപ്പോൾ ഹിസ്ബുള്ളന്റെ 40ഓളം പ്രധാനപ്പെട്ട കമാൻഡേഴ്സും കൂടെ ഇല്ലാണ്ടായി. അത് മാത്രമല്ല ടോപ്പ് ലെവലിലുള്ള എല്ലാ കമാൻഡേഴ്സിനും ഇനി ഹിസ്ബുള്ളക്ക് ഇല്ല. അപ്പോൾ വീണ്ടും പഴയ പോലെ ഹിസ്ബുള്ളക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇല്ല. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ടുകൾ കിട്ടണം. അതുപോലെ തന്നെ ഇനി പുതിയൊരു കമാൻഡർ വരണം. അതുപോലെ തന്നെ എങ്ങനെയാണ് അറ്റാക്കുകൾ നടത്തേണ്ടത് ഉള്ള കാര്യങ്ങളൊക്കെ റീഷഫിൾ ചെയ്ത് റീഷെഡ്യൂൾ ചെയ്ത് വീണ്ടും പഠനത്തിന് ശേഷം മാത്രമോ ഇനി ഹിസ്ബുള്ളക്ക് കാര്യമായി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇറാന്റെ ഫുൾ സപ്പോർട്ട് ഇപ്പോൾ കിട്ടിയില്ല എന്ന് ഉണ്ടെങ്കിൽ ഇനി അത് എങ്ങനെ ഹമാസ് ഇല്ലാണ്ടായോ അതേപോലെ തന്നെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടനയും ഇതോടെ ഇല്ലാണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. അതായത് അവരുടെ ഗ്രൗണ്ട് ഫോഴ്സും കൂടെ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.